ബോക്സ് ഓഫീസിലേക്ക് വീണ്ടും മമ്മൂട്ടിയെ നായകനാക്കി വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത സൈലൻസ് ഒപ്പം ക്രിസ്മസ് സീസണിലെത്തുന്ന ചിത്രങ്ങളുമാണ് ഈ ലക്കം ബോക്സ് ഓഫീസിൽ. മമ്മൂട്ടി എന്ന നടന്റെ ബഹുവിധ കമ്പങ്ങളെ കാര്യമായി പരിഗണിച്ചൊരുക്കിയ ചിത്രമാണ് സൈലൻസ്. ജീവിതത്തിൽ നിന്ന് വക്കീൽ കുപ്പായമൂരി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മമ്മൂട്ടിയെ കോടതി മുറിയിൽ കറുത്ത ഗൗണിൽ വീണ്ടും കാണാം. ഡ്രൈവിംഗ് ക്രേസുള്ള താരത്തിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള കാറോട്ടമുണ്ട്. ബുള്ളറ്റിൽ തിരക്കേറിയ റോഡിലൂടെ മമ്മൂട്ടി കൂളിംഗ് ഗ്ലാസിൽ പറക്കുന്നുണ്ട്. വിമർശകരുടെ നാക്കിന് പൂട്ടിട്ട സോൾട്ട് ആൻഡ് പെപ്പർ ഗെറ്റപ്പുണ്ട്. റോഡിലൂടെ പറക്കുന്ന സൂപ്പർ താരം അണ്ടർ വാട്ടർ ഫൈറ്റിലൂടെ എതിരാളിയെ തറപറ്റിക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ അത്രയും ആരാധകരിൽ സ്റ്റൈലും ത്രില്ലും ഉണർത്തിയാൽ സഹനീയമാണ് സൈലൻസ്. നമുക്ക് ഇതിന്റെ സത്യം ഒന്ന് കണ്ടെത്തണ്ടേ? Will you be with me? രൂപഭാവ വേഷപ്പകർച്ചകളിൽ മമ്മൂട്ടിയിലെ താരവും അഭിനേതാവും സൈലൻസിൽ ആരാധകരെ മാത്രം തൃപ്തരാക്കും. പരസ്യചിത്രത്തിലെന്ന പോലെ പല ആംഗിളുകളിലായി താരത്തെ തലങ്ങും വിലങ്ങും ചിന്താകുലനാക്കി നടത്തുകയാണ് സംവിധായകൻ. ചിലപ്പോൾ നായകന്റെ ചിന്താഭാരം കണ്ട് കണ്ടിരിക്കുന്നവർക്ക് സഹാനുഭൂതി തോന്നിപ്പോകും. താങ്ക് യു എന്ന പാളിയ ത്രില്ലർ ശ്രമത്തിന് ശേഷം വി.കെ.പി. സംവിധാനം ചെയ്ത ത്രില്ലറാണിത്. Simply enviable, അല്ലേ അരവിന്ദ് സാറിന്റെ കരിയർ? Every advocate's dream run he has had. Who the hell are you? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരാ നിങ്ങൾ? What do you know? I can see you. Where are you? ഒന്ന് പെട്ടെന്ന് വരോ? ആരാ? ആരാ നിങ്ങൾ? Why are you harassing me like this? ചോദിച്ച കേട്ടില്ല. കേട്ട് കാത് തഴമ്പിച്ച കഥയും വഴിവളവുകളും മാറാതെ മറിയാതെ ആവർത്തിക്കപ്പെടുകയാണ്. ഉദ്വേഗവും അവതരണ വേഗവും അനുഭവപ്പെടുത്തുകയും ആകർഷകമാകുകയും ചെയ്ത തുടക്കത്തിൽ നിന്ന് വിരസവും പ്രവചനാത്മകവുമായ അന്ത്യനിദ്രയിലെത്തുകയാണ് ചിത്രം. നറുമഴ പെയ്യും നെഞ്ചിലാകെ നനുനന ഇളകും വെണ്ണിലാവേ നിറയൂ നിലവിനു കാവലായി ചാരുതേ ആദിമയുമായി കൂട്ടുചേർന്നൊരൻ പ്രാണവേണുവിൽ ലീനമായി നീ ഇനിയും പതിയെ മധുരം നിറയെ പകരാമോ കുന്നിമണി കുന്നിലൊരു കുഞ്ഞു സൂര്യൻ കുലുകുല വിരിയണ നേരത്ത് കാതോട് കഥയോടുമോ നീ കണ്ണോട് കനവോടുമോ? കർണാടക ഹൈക്കോടതിയിലെ നിയുക്ത ജഡ്ജാണ് മമ്മൂട്ടിയുടെ അരവിന്ദ് ചന്ദ്രശേഖർ. ചുമതലയേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അരവിന്ദിനെയും കുടുംബത്തെയും ഒരു അജ്ഞാതന്റെ നീക്കങ്ങൾ അസ്വസ്ഥമാക്കുന്നു. തനിക്ക് പിന്നാലെ നിഴൽ പോലെയുള്ള അജ്ഞാതനെ തേടിയാണ് തുടർയാത്ര. അഭിഭാഷക വൃത്തിയുടെ ഭൂതകാലത്തേക്ക് മടങ്ങാൻ അരവിന്ദ് നിർബന്ധിക്കപ്പെടുകയാണ്. കുറ്റവും ശിക്ഷയും ട്രപ്പീസ് കളിക്കുന്ന ത്രില്ലറുകളുടെ മാതൃക സൈലൻസും പിൻപറ്റിയിരിക്കുന്നു. സമീപകാലത്ത് ഗ്രാൻഡ് മാസ്റ്റർ, കോക്ടെയിൽ, റേസ് എന്നീ സിനിമകൾ അവലംബിച്ച അവതരണ മാതൃകയിൽ തന്നെയാണ് തുടർന്നുള്ള കഥ. ആ ഫോൺ കോൾസ് വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നു. എന്തോ ഒരു പ്രൊഫഷണൽ റൈവലറി അത്രേ ഉള്ളൂ. Corpus delicti, no body, no murder. Bury your past, my friend. കുറ്റവാളികൾ പുറത്തും നിരപരാധികൾ അകത്തുമാകുന്ന ജുഡീഷ്യറിയുടെ വർത്തമാന സാക്ഷ്യങ്ങളെ പരിഗണിച്ചൊരുക്കിയ ചിത്രമെന്ന തോന്നൽ സൈലൻസിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ജുഡീഷ്യറിയുടെ പരമപ്രധാന പദവികളിലൊന്നിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വന്തം കൈകളിലേക്കും നീതിബോധത്തിലേക്കും സംശയത്തോടെ നോക്കുന്ന ജഡ്ജ് എന്നത് മികച്ച കഥാപാത്ര സൃഷ്ടിയുമായിരുന്നു. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന തീവ്രതയും കഥാപാത്ര സൃഷ്ടിയിലെ പക്വതയും തുടർച്ചയിൽ തിരക്കഥാകൃത്തും സംവിധായകനും കളഞ്ഞുകുളിച്ചു. നായകന്റെ തൃക്കണ്ണിൽ സത്യങ്ങൾ അത്രയും തെളിയുന്ന ക്ലീഷേ പരിണാമഗുപ്തിയിലേക്ക് യുക്തിയെ മറന്ന് തെന്നി വീഴുകയാണ് സൈലൻസ്. എനിക്ക് എവിടെയാ പഴച്ചത്? കുമ്പളം വിഴുങ്ങിയതുപോലെ ഒരു കഥ പറടാ. നമുക്ക് ഇതിന്റെ സത്യം ഒന്ന് കണ്ടെത്തണ്ടേ? Will you be with me? അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ ഞെട്ടിത്തരിക്കുകയും കുറ്റബോധവും ഉൾഭീതിയും എതിരെയെത്തുമ്പോൾ ബോധരഹിതനാവുകയും ചെയ്യുന്ന അമാനുഷികതയില്ലാത്ത നായകനെയാണ് അരവിന്ദ് ചന്ദ്രശേഖറിലൂടെ ആദ്യ പകുതിയിൽ അത്രയും കാട്ടുന്നത്. വാചക പയറ്റുകൾക്ക് പകരം നിസ്സഹായതയുടെയും നിശബ്ദതയും ഭാഷയും ഭാഷണവും കടന്നുവരുന്ന രംഗങ്ങളുമുണ്ട്.
പക്ഷേ വേഗവും വേവും നഷ്ടമായ രണ്ടാം പകുതിയിൽ ആരാധകരുടെ സ്വന്തം മമ്മൂക്കയെ സൃഷ്ടിക്കാൻ വേണ്ടി VKPയും YV രാജേഷും ചൊല്ലിടുകയാണ്. പ്രതിനായകനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തുകയും ബുദ്ധിമാനായ പോലീസ് ഓഫീസറെ കരയിൽ നിർത്തി അന്വേഷണം ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു അരവിന്ദ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരാ നിങ്ങൾ? What do you know? I can see you. ഒന്ന് പെട്ടെന്ന് വരോ? മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡറായ ഒരു ബാങ്കിന്റെ പരസ്യചിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തുടക്കത്തിലെ ചില രംഗങ്ങളിൽ സിനിമ. കർണാടക ഹൈക്കോടതിയിലെ നിയുക്ത ജഡ്ജ് മകനെ കാണാതെ തിരക്കിട്ട റോഡിൽ ബൈക്ക് പറത്തുന്നതും പിന്തുടരുന്ന അജ്ഞാതനെ കാർ ചേസിൽ തോൽപ്പിക്കുന്നതും ത്രില്ലറിന്റെ യുക്തി വെച്ച് നോക്കുമ്പോൾ പരിഹാസ്യമായി തോന്നും. ആ ഫോൺ കോൾസ് വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നു. എന്തോ ഒരു പ്രൊഫഷണൽ റൈവലറി അത്രേ ഉള്ളൂ. ഉദ്വേഗ മുഹൂർത്തങ്ങളിലേക്ക് പ്രേക്ഷകരെ ഒപ്പം കൂട്ടുന്ന ആദ്യ പകുതിയിൽ നായകന്റെ രൂപഭാവ സ്വഭാവ വർണ്ണനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിച്ചപ്പോൾ തുടക്കത്തിൽ വേഗക്കൂടുതൽ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. പിന്നെ കാണികൾ അത്രയും വില്ലനെയും വില്ലന്റെ ലക്ഷ്യവും തിരിച്ചറിയുകയും പാവം അരവിന്ദ് ചന്ദ്രശേഖർ മാത്രം ഒന്നും അറിയാതെ പൊട്ടൻ കളിക്കുകയും ചെയ്യുന്നു. ലോക്കൽ പോലീസിന് നിഷ്പ്രയാസം പരിഹരിക്കാവുന്ന കേസിന്റെ പുനരന്വേഷണത്തിന് നിയുക്ത ജഡ്ജും ബാംഗ്ലൂർ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും കേരളത്തിലേക്ക് വണ്ടി കയറുകയും ചെയ്യുമ്പോൾ സൈലൻസ് താരഭാരത്തിനൊത്ത ടോം ആൻഡ് ജെറി കളിയായി. കുമ്പളം മെഴുകിയതുപോലെ നിൽക്കാതെ പറടാ. നമുക്ക് ഇതിന്റെ സത്യം ഒന്ന് കണ്ടെത്തണ്ടേ? മേജർ രവി ചിത്രങ്ങളിലെ ഭാര്യമാർക്ക് സമാനമായി നായകന്റെ വീരസാഹസികതയ്ക്ക് പിന്തുണയുമായി വീട്ടിൽ ആധി പിടിച്ചിരിക്കുന്ന ഉത്തമ പത്നി ഇവിടെ മമ്മൂട്ടിയുടെ അരവിന്ദ് ചന്ദ്രശേഖറിനുണ്ട്. ഒരു വേളയിൽ മമ്മൂട്ടി കഥാപാത്രം അവിഹിത ബന്ധത്തിൽപ്പെട്ടോ എന്ന് സംശയം ഉന്നയിക്കുന്ന ഭാര്യയോട് അനൂപ് മേനോൻ വൺ വുമൺ മാൻ സംഭാഷണം ആവർത്തിക്കുന്നു. പെണ്ണെന്നും പെണ്ണ് തന്നെയെന്ന ഈ സിനിമയും നായികയെ ആൺവിധേയത്വത്തിലേക്ക് ശരിപ്പെടുത്തി ശരിവയ്ക്കുന്നു വീണ്ടും അനൂപ് മേനോൻ കഥാപാത്രത്തിലൂടെ. കൊന്നിമണി കൊന്നിലൊരു കുഞ്ഞു സൂര്യൻ കൊനുകുല വിരിയണ നേരത്ത്, കൊന്നിമണി കൊന്നിലൊരു കുഞ്ഞു സൂര്യൻ കൊനുകുല വിരിയണ നേരത്ത്, കാതോട് കഥയോതുമോ നീ കണ്ണോട് കനവോതുമോ, മഴവിൽ പൂത്താലം തിരിയൊഴിയും നേരം മനസ്സിനാകാശം തെളിയും നീ നേരം, ഇളവയിലാടകളാലേ ഒരു തളിരുടൻ മൂടിയതാരാണ്, ഇടവഴി പാടിപ്പായും കാണാ കാറ്റോ, കൊന്നിമണി കൊന്നിലൊരു കുഞ്ഞു സൂര്യൻ കൊനുകുല വിരിയണ നേരത്ത്, കാതോട് കഥയോതുമോ നീ കണ്ണോട് കനവോതുമോ. പയറ്റി പഴഞ്ചനായ കുറെ നമ്പറുകളും തണുപ്പൻ തിരക്കഥയും നിഴലനക്കം പോലെ കഥാപാത്രങ്ങളും ആരാധകർക്ക് ഡിസംബർ മാസത്തിലും പ്രിയതാരത്തെ തിയേറ്ററുകളിലെ വലിയ സ്ക്രീനിൽ കാണാനുള്ള അവസരമൊരുക്കി എന്നത് മാത്രമാണ് VK പ്രകാശ് ചെയ്തത്. സിനിമയുടെ പേര് പോലെ കൂടുതലൊന്നും തന്നെ പറയാനില്ല. എനിക്ക് എവിടെയാ പഴച്ചത്? കുമ്പളം മെഴുകിയതുപോലെ നിൽക്കാതെ പറടാ. നമുക്ക് ഇതിന്റെ സത്യം ഒന്ന് കണ്ടെത്തണ്ടേ? Will you be with me?